അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉയരം, താപം, ആർദ്രത എന്നിവ. ഉയരം കൂടുന്തോറും മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ 10 മീറ്ററിനും 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. താപം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. ചൂട് കൂടുന്ന സമയത്ത് വായു വികസിക്കുകയും വായുവിന്റെ സാന്ദ്രത കുറയുകയും അങ്ങനെ വായു മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ മർദ്ദം കുറയുകയും ചെയ്യുന്നു. ആർദ്രതയാണ് മറ്റൊരു ഘടകം. ആർദ്രത അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആർദ്രത കൂടിയ ഇടങ്ങളിൽ മർദ്ദം കുറവായിരിക്കും. ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. കാറ്റിന്റെ വേഗത അളക്കുന്നതിന് അനിമോമീറ്ററും ദിശ അളക്കുന്നതിന് വിൻഡ് വെയിനും തീവ്രത അളക്കുന്നതിന് വ്യൂപോർട്ട് സ്കെയിലും ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ അനിമോമീറ്ററും വ്യൂപോർട്ട് സ്കെയിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സമുദ്ര ഉപരിതലത്തിലുള്ള കാറ്റിന്റെ വേഗത, ദിശ എന്നിവ അളക്കുന്നതിന് വ്യൂപോർട്ട് സ്കെയിലും ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ ആണ്. കാറ്റിന്റെ ദിശയുമായി ബന്ധപ്പെട്ട പ്രധാന നിയമം എന്ന് പറയുന്നത് ഫെറൽ നിയമമാണ്. അതായത് കാറ്റ് ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന സമയത്ത് അതിന്റെ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്കും കാറ്റ് ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്ന സമയത്ത് അതിന്റെ സഞ്ചാര ദിശയുടെ ഇടതുവശത്തേക്കും വളയും. കാറ്റുണ്ടാകാൻ കാരണമായിട്ടുള്ള അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത് കൊറിയോളിസ് ബലമാണ്. ഈ കൊറിയോളിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവ പ്രദേശങ്ങളിലേക്ക്, ധ്രുവ മേഖലകളിലേക്ക് നീങ്ങുമ്പോഴാണ്. ഇതിന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ എന്നാണ് പറയുന്നത്.